നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കേന്ദ്ര സഹായം 50 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പണം അനുവദിച്ചത്. ഓഗസ്റ്റ് 30-നാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, കേന്ദ്രത്തിന്റെ നിർണായകമായ ഇടപെടൽ ഇവിടെ ഉണ്ടാവുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? 50 ലക്ഷം രൂപ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് 50 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ നിന്നും അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. കേരളത്തിലെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സുഗമമായ നടത്തിപ്പിന് ഈ തുക ഗുണം ചെയ്യും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ടൂറിസം രംഗത്ത് വളരെയധികം മുന്നേറ്റം കാഴ്ചവെക്കാൻ ഈ ഇത്തരത്തിലുള്ള സഹായത്തിലൂടെ സാധിക്കും എന്നുള്ളതും സുരേഷ് ഗോപി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആലപ്പുഴയുടെ വികാരം, കേരളത്തിൻ്റെ വികാരമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് ഈ തുക അനുവദിച്ചത്. ശ്രീകാന്ത്, നമുക്കറിയാം പലപ്പോഴും കേന്ദ്ര ഫണ്ട് നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ്, ഒരു ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. പലപ്പോഴും പഴിചാരുകയാണ് കേന്ദ്രത്തെ. ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള ഈ ഒരു തീരുമാനം അതിനൊക്കെ ഉള്ളൊരു മറുപടി തന്നെയല്ലേ? ഒരുപക്ഷെ ഈ ഒരു ഫണ്ട് പോലും ഏത് തരത്തിൽ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. സുരേഷ് ഗോപി ഇതിനു മുൻപും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അക്കാര്യം അത് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കേരളത്തിലെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു മന്ത്രാലയങ്ങളിൽ നിന്നും തൻ്റെ മണ്ഡലത്തിലേതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഫണ്ട് അനുവദിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം അടക്കം അതിൽ ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്നടക്കം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല, ഈ അനുവദിക്കുന്ന ഫണ്ട്, ഇത് 50 ലക്ഷം രൂപ അനുവദിക്കുന്നത് ടൂറിസം മന്ത്രാലയം അത് ടൂറിസം സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് ആ പരിപാടിക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക. ഇത്തരം ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുന്നതിനുള്ള സാധ്യത തൽക്കാലമില്ല. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.